നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ റൗണ്ട് ഓഫ് 16 മത്സരം ഞായറാഴ്ച ഇന്ത്യൻ സമയം പറയുമ്പോൾ വരുന്ന തിങ്കളാഴ്ച പുലർച്ചെ 1:30 ബ്രസീലും നോർവേയും തമ്മിൽ കളിക്കുന്നത്. ഇന്നലെ ഇക്കഡോറിനെ 2-1 പരാജയപ്പെടുത്തിയതോടുകൂടിയാണ് നോർവേ ഈ മത്സരത്തിന് യോഗ്യത നേടിയത്. ബ്രസീലിന് വീക്ക്നെസ് ഉണ്ട്, ഒരു സംശയം വേണ്ട. ഡെഫിനറ്റ്ലി ബ്രസീലിന് വീക്ക്നെസ് ഉണ്ട്. അവർ നല്ല ടീമാണ്, പക്ഷേ വീക്ക്നെസ്സുകളുണ്ട്. ഞങ്ങളത് മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കും. യോർഗൻ സ്ട്രാൻ ലാർസൻ, നോർവേയുടെ താരം, പറയുകയാണ്. നോർവേയുടെ സ്ട്രൈക്കർ കളി കഴിഞ്ഞിട്ട് TNT സ്പോർട്സിനോട് പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോകാം. ഡെഫിനറ്റ്ലി ബ്രസീലിന് വീക്ക്നെസ്സുകളുണ്ട്, പക്ഷേ സ്റ്റിൽ അവരൊരു ഹൈ ലെവൽ ടീമാണ്, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളൊക്കെ വളർന്നത് ബ്രസീലിൻ്റെയും അർജൻറ്റീനയുടെയും ഒക്കെ കളികൾ കണ്ടിട്ടാണ്. അവർക്കെതിരെ കളിക്കുന്നത് സ്വപ്നം കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. സോ ഞങ്ങൾ ശ്രമിക്കും, നല്ല പ്രകടനം നടത്താൻ വേണ്ടി ശ്രമിക്കും. ഒബ്വിയസ്ലി അവർക്ക് എലൈറ്റ് പ്ലെയേഴ്സ് ഉണ്ട്. ഞങ്ങൾ ആ താരങ്ങളുടെ പ്രകടനം നിയന്ത്രിച്ചേ പറ്റൂ. ബട്ട് അറ്റ് ദി സെയിം ടൈം ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ, അവരെ ആക്രമിക്കാനും അതുപോലെ അവർക്കെതിരെ വിജയിക്കാനുമുള്ള അവസരമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് യോർഗൻ സ്റ്റാൻ ലാർസൻ പറയുന്നു. ചുരുക്കത്തിൽ ബ്രസീലിനോട് എല്ലാ ബഹുമാനവുമുണ്ട്, പക്ഷേ ബ്രസീൽ ഒരു പെർഫെക്റ്റ് ടീമൊന്നുമല്ല. ബ്രസീലിന് കുറേ വീക്ക്നെസ്സുകളുണ്ട്, അത് മുതലെടുക്കും, വിജയിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്നാണ് ലാർസൻ്റെ വാക്കുകൾ. ഏർലിംഗ് ഹാലൻഡ് പിന്നെ ചോദിച്ചാലൊക്കെ പറയുന്നത് എന്താ, ഞങ്ങൾ തോൽക്കും. ഫ്രാൻസിനെതിരെ കളിക്കുമ്പോൾ ചോദിച്ചപ്പോൾ അതാ പറഞ്ഞത്. ബ്രസീലിനെതിരെ ചോദിച്ചപ്പോൾ ബ്രസീലിനാണ് സാധ്യത, ഞങ്ങൾക്ക് വളരെ ചെറിയ സാധ്യതയുള്ളൂ. അത് വേറെ സൈക്കോളജിയാണ്, അവനെ നമ്പണ്ട. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.